നമസ്കാരം ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മൈ നെയിം ഇസ് നിത്യ. ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ നിങ്ങൾക്ക് കുറച്ച് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള K-dramas ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇത് അത്ര വലിയ പോപ്പുലർ അല്ല, ആൾക്കാർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിയത്തില്ല. പക്ഷെ നല്ല കണ്ടന്റ് ആണ് ഈ ഡ്രാമാസിൽ എല്ലാത്തിലും ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് ഏതൊക്കെ ഡ്രാമകളാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ഡ്രാമയാണ് സ്ട്രോങ്ങസ്റ്റ് ഡെലിവറി മാൻ. 2017 റിലീസ് ആയിട്ടുള്ള നല്ലൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഡ്രാമയാണ് കേട്ടോ ഈ സ്ട്രോങ്ങസ്റ്റ് ഡെലിവറി മാൻ എന്ന് പറയുന്നത്. ആ ഒരു ടൈറ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇത് കുറച്ച് ഡെലിവറി ചെയ്യുന്ന കുറച്ച് ചെറുപ്പക്കാരുടെ സ്റ്റോറിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഡെലിവറിക്ക് പാർട്ട് ടൈം ആയിട്ട് ഡെലിവറിക്കൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ സ്റ്റോറി നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കഥയിലെ നായകൻ ഇതിൽ ഡെലിവറി മാൻ ആണ്. അദ്ദേഹം നമ്മുടെ കഥയിലെ നായിക, അതായത് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു യങ് വുമൺ ആയിട്ടുള്ള നമ്മുടെ കഥയിലെ നായികയെ മീറ്റ് ആക്കുകയാണ് കേട്ടോ. ശേഷം അവർ പരസ്പരം ഭയങ്കര വലിയ ബോണ്ട് ക്രിയേറ്റ് ആവുകയും പിന്നീട് അവരവരുടെ ഗോൾസ് അച്ചീവ് ആവുകയും ചെയ്യുന്ന സ്റ്റോറിയാണ് സ്ട്രോങ്ങസ്റ്റ് ഡെലിവറി മാൻ എന്ന് പറയുന്ന ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു മോട്ടിവേഷൻ ആണ് ഈ ഒരു ഡ്രാമ നൽകുന്നത്. അതേപോലെ തന്നെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഫാമിലീസിലുള്ള ആൾക്കാർക്ക് ഈ ഡ്രാമ ഭയങ്കരമായിട്ട് കണക്ട് ആവുകയും ചെയ്യും കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഡ്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതെങ്ങനെ അച്ചീവ് ആവണം അല്ലെങ്കിൽ ആ ഒരു ഡ്രീം എങ്ങനെ സക്സസ് ആക്കണം എന്ന് അറിയത്തില്ല. അപ്പോൾ അവര് എങ്ങനെയായിരിക്കും ആ ഡ്രീം അച്ചീവ് ചെയ്യുന്നത്, അവരെന്തൊക്കെ കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും എന്നെല്ലാമാണ് ഈ ഡ്രാമയിൽ നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റിയിലായിരിക്കും ഈ ഡ്രാമ കാണുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചേക്കുന്നത് ഗോ ക്യൂൻ പോ, ചേ സൂബിൻ എന്നീ പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ആക്ട്രസും ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജോഡിയാണല്ലേ. അപ്പൊ ഈ ജോഡി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇവരുടെ സ്റ്റോറി എങ്ങനെയായിരിക്കും, ഇവരുടെ ലവ് സ്റ്റോറി എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്ന് നിങ്ങൾ ജസ്റ്റ് കണ്ടു നോക്കൂ കേട്ടോ. എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഭയങ്കര എന്റർടൈൻമെന്റ് ആയിട്ട് കാണാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രാമ തന്നെയാണ് സ്ട്രോങ്ങസ്റ്റ് ഡെലിവറി മാൻ എന്ന് പറയുന്നത്. ടോട്ടലായിട്ട് ഇതിൽ 16 എപ്പിസോഡ്സ് ആണുള്ളത്. ഇത് ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര പോപ്പുലാരിറ്റി നേടിയിട്ടുള്ള ഒരു ഡ്രാമ അല്ല, കാരണം അത്രയ്ക്ക് ആൾക്കാർക്കിടയിൽ പോപ്പുലാരിറ്റി നേടാത്തൊരു ഡ്രാമയാണ് സ്ട്രോങ് ഡെലിവറി മാൻ. പക്ഷെ ഇതിൽ ഭയങ്കര ഹിഡൻ ജം എന്നൊക്കെ നമ്മൾ പറയില്ലേ, കാരണം നല്ലൊരു കണ്ടന്റ് ഈ സ്റ്റോറിയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. നല്ലൊരു മെസ്സേജിങ് ആണ് ഈ ഒരു ഡ്രാമയിലൂടെ നമുക്ക് അവർ കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോറി നിങ്ങൾ കണ്ടു നോക്കൂ. അല്ലെങ്കിൽ പല പ്രൊഫഷണൽ ജോബുകളിൽ പെടുന്ന കണ്ടന്റുകളൊക്കെ ഉള്ള സ്റ്റോറീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഡെലിവറി മാൻ സ്ട്രഗിൾ ചെയ്യുന്ന സ്റ്റോറീസ് വരുന്ന ഡ്രാമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് വേറൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഡ്രാമ കാണുന്നതിലൂടെ കിട്ടുന്നത് കേട്ടോ. അപ്പൊ ഈ ഡ്രാമ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇനി സെക്കൻഡ് ഡ്രാമയാണ് 2019 റിലീസ് ആയിട്ടുള്ള ടെയിൽ ഓഫ് നൊക്കുഡു. ഇത് നല്ലൊരു ഹിസ്റ്റോറിക്കൽ ആൻഡ് റൊമാൻറ്റിക്കൽ ആയിട്ടുള്ള ഡ്രാമയാണ് കേട്ടോ. അപ്പൊ ഹിസ്റ്റോറിക്കൽ ഡ്രാമയൊക്കെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഡ്രാമയും ഹിസ്റ്റോറിക്കൽ ഡ്രാമയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രാമ തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ ടെയിൽ ഓഫ് നൊക്കുഡു എന്ന് പറയുന്ന ഡ്രാമയിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചേക്കുന്നത് കിം സോ ഹ്യൂൻ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ജങ് ഡോങ് യു എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ആണ് കേട്ടോ. അപ്പൊ ഇതിലുണ്ടല്ലോ ഇവര് തമ്മിൽ ഭയങ്കര ക്യൂട്ടാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിലെ സ്റ്റോറി എന്താന്ന് വെച്ചാൽ നിങ്ങള് പഴയ നമ്മുടെ ദിലീപിന്റെ സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ, ദിലീപ് മായമോഹിനി എന്ന് പറയുന്ന ആ മൂവിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ മൂവിയൊക്കെ പോലെ അതുപോലെ എന്നല്ല, മീൻസ് ഇതിൽ നമ്മുടെ കഥയിലെ നായകനില്ലേ പെൺവേഷമൊക്കെ കെട്ടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ അവന് ഓരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവൻ പെൺവേഷമൊക്കെ കെട്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പൊ അങ്ങനത്തെ കുറച്ച് സീനുകളൊക്കെ കാണുമ്പോൾ തന്നെ ഇതിൽ ഭയങ്കര കോമഡിയാണ്. അപ്പൊ അങ്ങനെ പെൺവേഷം കെട്ടിയിട്ടാണ് ഇതിലെ നമ്മുടെ കഥയിലെ നായകൻ അഭിനയിക്കുന്നതും. നമ്മള് ഇതെന്താ സംഭവം എന്ന് പറഞ്ഞിട്ട് മീൻസ് നമുക്ക് അറിയാണ്ട് തന്നെ നമ്മളിത് അഡിക്റ്റ് ആയിട്ട് ഇരുന്ന് കണ്ടുപോകും കേട്ടോ. എന്തായാലും ഈ ഡ്രാമ കണ്ടപ്പോ വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ആ ഒരു പോസ്റ്റർ കണ്ടപ്പോ ഞാൻ കാണാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഡ്രാമയാണ് ടെയിൽ ഓഫ് നൊക്കുഡു എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത ഓരോ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ അതിൽ കണ്ടത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ചില മൂവികളില്ലേ ഒരുപാട് എക്സ്പെക്ട് ചെയ്യാണ്ടിരുന്ന് കാണുമ്പോൾ അത് നമുക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കും അത് കാണാൻ വേണ്ടിയിട്ടില്ലേ. അപ്പൊ അതേപോലെ തന്നെ ഒരു ഡ്രാമയാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഡ്രാമയാണ് ടെയിൽ ഓഫ് നൊക്കുഡു എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ ടോട്ടലായിട്ട് 32 എപ്പിസോഡ്സ് ആണുള്ളത്. അപ്പൊ എങ്ങനെ ഇതും നിങ്ങൾക്ക് ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ട് കാണാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രാമ തന്നെയാണ് ടെയിൽ ഓഫ് നൊക്കുഡു എന്ന് പറയുന്നത് കേട്ടോ. മൂന്നാമത്തെ ഡ്രാമ എനിക്ക് കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രാമയാണ് കേട്ടോ. 2018 റിലീസ് ആയിട്ടുള്ള ടെംപ്റ്റഡ് എന്നാണ് ആ ഡ്രാമയുടെ പേര്. ഇതിലുണ്ടല്ലോ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ്. പിന്നെ അതേപോലെ തന്നെ 3 ഫ്രണ്ട്സ് ഭയങ്കര തിക്ക്
ആയിട്ടുള്ള 3 ഫ്രണ്ട്സിന്റെ സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിലുണ്ടല്ലോ ആ ഒരു 3 പേരും ഭയങ്കര വലിയ റിച്ച് ആയിട്ടുള്ള ഫാമിലിയിലത്തെ ആൾക്കാരാണ് കേട്ടോ. അപ്പൊ അവര് തമ്മില് ബോറടിച്ചിട്ട് അതിൽ നമ്മുടെ കഥയിലെ നായകനോട് അവരൊരു ബെറ്റ് വെക്കുകയാണ്. എന്താണ് ആ ബെറ്റ് എന്നൊന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ? കഥയിലെ നായകനോട് അവന്റെ ഫ്രണ്ട് ഒരു പെൺകുട്ടിനെ കാണിച്ചു കൊടുക്കുകയാണ്. ആ പെൺകുട്ടീനെ വളച്ചിട്ട് പ്രണയിക്കാനും ശേഷം എന്ത് ചെയ്യാ, റിജക്റ്റ് ആക്കാനും വേണ്ടിയിട്ട് ബെറ്റ് വെക്കാൻ വേണ്ടി പറയാണ്. അപ്പൊ ഇവൻ എന്ത് ചെയ്യാണ്, ഇവൻ ഫ്രണ്ട്സ് പറഞ്ഞാൽ പിന്നെ എന്തും കേൾക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവൻ എന്ത് ചെയ്യും, ആ ബെറ്റിന് അവനെ ഓക്കെ പറയും കേട്ടോ. ആ ബെറ്റിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്ന പെൺകുട്ടിയാണ് നമ്മുടെ കഥയിലെ നായിക. പക്ഷെ ട്വിസ്റ്റ് ആയിട്ട് ബെറ്റിന് വേണ്ടി പ്രണയിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ പോകുന്നത്. പക്ഷെ അവൻ റിയൽ ആയിട്ട് അവളോട് ഒരു ഇഷ്ടം വരികയും ശേഷം അവര് റിലേഷൻഷിപ്പിൽ ആവുകയും ചെയ്യുന്ന ഒരു ഭയങ്കര ഫണ്ണായിട്ടും അതേപോലെ തന്നെ ഭയങ്കര റിവെഞ്ച്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ഈ ഡ്രാമയിൽ ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെയൊക്കെ ഡ്രാമകൾ കാണാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണോ? എന്നാൽ ഈ ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും കേട്ടോ. കാരണം ഭയങ്കര റിവെഞ്ചും ആണ്, എന്നാൽ ഭയങ്കര റൊമാൻസും ആണ്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട്സിന്റെ ഇടയിലുള്ള ആ ഒരു ഇമോഷൻസ്, അണ്ടർസ്റ്റാൻഡിങ് എല്ലാം, ആ ഒരു ഡീപ്പ് ഇമോഷൻസ് എല്ലാം ഇത് നന്നായിട്ട് കൺവേ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രാമയാണ് ടെംപ്റ്റഡ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? വൂ ഡോ ഹ്വാൻ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറാണ് ഇതിൽ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചിരിക്കുന്നത് കേട്ടോ. ആ ആക്ടറെ എനിക്കിപ്പോ എന്താണെന്ന് അറിയില്ല, ഭയങ്കരമായിട്ട് ഇഷ്ടാവാൻ തുടങ്ങി. ഈ മറ്റേ മിസ്റ്റർ പ്ലാങ്ക്ടൺ എന്ന് പറയുന്ന റീസെന്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഡ്രാമയാണ് കണ്ടിട്ട് ദൈവമേ ഞാൻ ഇരുന്ന് കരഞ്ഞിട്ടുള്ള ഒരു ഡ്രാമയാണ് മിസ്റ്റർ പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് വീണ്ടും ഇദ്ദേഹത്തിന്റെ ഡ്രാമ കാണാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് തന്നെ ടെംപ്റ്റഡ് പിന്നെയും ഞാൻ ഇരുന്ന് റീവാച്ച് ചെയ്തു കേട്ടോ. അദ്ദേഹത്തിന്റെ കൂടെ ഇതിൽ ഫ്രണ്ട്സ് ആയിട്ട് അഭിനയിച്ചേക്കുന്നത് മൂൺ ഗായോങ് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസ് ആണ് കേട്ടോ. അപ്പൊ ആ ആക്ട്രസിന്റെയും വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രാമയാണ് ടെംപ്റ്റഡ് എന്ന് പറയുന്നത്. പിന്നെ അഭിനയിച്ചേക്കുന്നത് കിമിൻ ജെ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ആണ് കേട്ടോ. ഈ ആക്ടറിനെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും, ഒരുപാട് ഡ്രാമാസിൽ ഇദ്ദേഹവും അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവര് 3 പേരുടെ സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. ഇതില് കഥയിലെ നായിക, അതായത് ബെറ്റിന് വേണ്ടിയിട്ട് ഇവൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കഥയിലെ നായികയായിട്ട് ഇതിൽ അഭിനയിച്ചേക്കുന്നത് ജോയ് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസ് ആണ് കേട്ടോ. ഈ ആക്ട്രസിനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ദ ലയർ ആൻഡ് ഹിസ് ലവ് എന്ന് പറയുന്ന ഡ്രാമയിൽ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചിട്ടുള്ള ആക്ട്രസ് ആണ് ജോയ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ജോയ് എന്ന് പറയുന്ന ആക്ട്രസിന്റെയും കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രാമ തന്നെയാണ് ടെംപ്റ്റഡ് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള ഡ്രാമയാണ് ടെംപ്റ്റഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിൽ ടോട്ടലായിട്ട് 32 എപ്പിസോഡ്സ് ആണുള്ളത്. അപ്പൊ മൊത്തത്തിൽ ഓവറോൾ പറയുകയാണെങ്കിൽ ഇവരുടെ ആക്ടിങ് ഒക്കെ എടുത്തു പറയേണ്ടതാണ്. ഓരോ സപ്പോർട്ടിങ് ആക്ടേഴ്സും ഇതിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സ് അവർ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഓവറോൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രാമയാണ് ടെംപ്റ്റഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും മറക്കാണ്ട് നിങ്ങൾ ഈ ഡ്രാമ കണ്ടു നോക്കൂ. 4ാമത്തെ ഡ്രാമയാണ് 2014 റിലീസ് ആയിട്ടുള്ള ഹീലർ. അയ്യോ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഡ്രാമയാണ്. ഇത് നമ്മുടെ ജി ചാവൂക്കിന്റെ ഡ്രാമയാണ്. അദ്ദേഹത്തിന്റെ കരിയറിൽ അല്ലെങ്കിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള ആക്ഷൻ ത്രില്ലർ ഡ്രാമകളിൽ ഒന്നാണ് ഹീലർ എന്ന് പറയുന്നത്. സാഡ്ലി പറയുകയാണെങ്കിൽ ഈ ഒരു ഡ്രാമയ്ക്ക് ഇത്ര പോപ്പുലാരിറ്റി കിട്ടിയാൽ പോരാ. ഈ ഡ്രാമ ഇനിയും ഡിസേർവ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കേട്ടോ. ഓക്കെ, അപ്പൊ ഇതില് ജി ചാവൂക്കിന്റെ കൂടെ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചേക്കുന്നത് പാക് മിനിയോങ് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസ് ആണ് കേട്ടോ. ടോട്ടലായിട്ട് 20 എപ്പിസോഡ്സും ആണുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ഡ്രാമ മെയിൻ ആയിട്ട് ജി ചാവൂക്കിന്റെ ആയതുകൊണ്ടാണ് ഞാൻ കാണാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ പോയി. കാരണം ഭയങ്കര ത്രില്ലിംഗ് ആണ് ഈ ഡ്രാമ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിലെ പ്ലോട്ടൊക്കെ ഭയങ്കര അമേസിങ് ആണ്. അതേപോലെ തന്നെ ഇതിൽ ഓരോ ലീഡ്സ് ക്യാരക്ടേഴ്സും അവർക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സ് നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലെ OST എടുത്ത് പറയണം. OST ഒക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒന്നുകൂടി ഈ ഡ്രാമ എക്സൈറ്റ്മെന്റോട് കൂടിയിട്ടായിരിക്കും നമ്മൾ ഇരുന്ന് കാണുന്നത് കേട്ടോ. മൊത്തത്തിൽ പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടിയിട്ടും ഭയങ്കര ഫണ്ണോട് കൂടിയിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രാമയാണ് ഹീലർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതുവരെ നിങ്ങൾ ആരെങ്കിലും ഈ ഡ്രാമ കേട്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയിരുന്ന് കണ്ടോളൂ. നിങ്ങൾ എന്തായാലും ഡിസപ്പോയിന്റഡ് ആക്കില്ല കേട്ടോ. ആ ഒരു കെമിസ്ട്രി ഒക്കെ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഒന്നാമത് റൊമാൻസിൽ നമ്മുടെ ജി ചാവൂക്കിനെ തളർത്താൻ ആർക്കും പറ്റില്ലല്ലോ. അപ്പോൾ ആക്ഷൻ ആയിക്കോട്ടെ, റൊമാൻസ് ആയിക്കോട്ടെ, ഇവരുടെ പ്ലോട്ട് ആയിക്കോട്ടെ, ഭയങ്കര ട്വിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടിയിട്ടായിരിക്കും നിങ്ങൾ ഈ ഡ്രാമ ഇരുന്ന് കാണുന്നത് കേട്ടോ.
നിങ്ങൾ ഈ ഒരു ആക്ഷൻ സീനൊക്കെ കാണണം, ഭയങ്കര ഓസമാണ് ഇതിന്റെ ഒരു ആക്ഷൻ സീനൊക്കെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ എന്തായാലും ആക്ഷൻ ത്രില്ലർ ജോണർ ഒക്കെ കാണാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രാമ തന്നെയാണ് ഹീലർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മറക്കാണ്ട് ഈ ഡ്രാമ നിങ്ങൾ പോയിരുന്ന് കാണൂ. ലാസ്റ്റ് ഡ്രാമയാണ് 2022 റിലീസ് ആയിട്ടുള്ള ലിങ്ക് എന്ന് പറയുന്നത് കേട്ടോ. ലിങ്ക് എന്ന് പറഞ്ഞാൽ ലിങ്ക് ഈറ്റ് ലവ് കിൽ എന്നാണ് ഈ ടൈറ്റിന്റെ ഫുൾ നെയിം കേട്ടോ. അപ്പൊ ഇതിൽ ഈ പറഞ്ഞ പോലത്തെ ടൈറ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഈറ്റ് ലവ് കിൽ ഇത് മൂന്നുമാണ് ഈ ഒരു ഡ്രാമയിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ ഫോളോ ചെയ്യുന്നത്. അതേപോലെ തന്നെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഡ്രാമ തന്നെയാണ് കേട്ടോ. ഇതിലെ സ്റ്റോറി എന്താന്ന് വെച്ചാൽ നമ്മുടെ കഥയിൽ നായകനുണ്ടല്ലോ, ഇതിലൊരു ഷെഫാണ് കേട്ടോ. പക്ഷെ അദ്ദേഹത്തിന് ട്വിൻ സിസ്റ്ററിനെ ചെറുപ്പത്തിൽ കാണാതായി. അപ്പൊ ആ ഒരു ട്വിൻ സിസ്റ്റർ അദ്ദേഹം എന്ത് ചെയ്യാണ്, സെർച്ച് ചെയ്യാണ് കേട്ടോ. അപ്പൊ ആ ഒരു സെർച്ച് ചെയ്യുന്നതിന്റെ ഇടയിൽ അദ്ദേഹം നമ്മുടെ കഥയിൽ നായികയെ മീറ്റ് ആക്കുകയാണ്. പക്ഷെ പിന്നീടാണ് അറിയുന്നത് ആ ഒരു കഥയിൽ നായികയും ഈ ഒരു ട്വിൻ സിസ്റ്ററെ കാണാതായ കേസിന്റെ ഒരു ഭാഗമാണെന്ന് അവൻ പിന്നീട് തിരിച്ചറിയാണ് കേട്ടോ. പിന്നീട് ഉണ്ടാവുന്ന സ്റ്റോറിയൊക്കെ നിങ്ങൾ കണ്ടെന്നെ അറിയണം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര മിസ്റ്റീരിയസ് ആണ്, എന്താ നമ്മൾ നടക്കുന്നതെന്ന് പോലും അറിയത്തില്ല. അടുത്ത എന്തായിരിക്കും എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റിലും ത്രില്ലിങ്ങിലും ഒക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു ഡ്രാമ ഇരുന്ന് കാണുന്നത് കേട്ടോ. കോമഡി ആണെന്ന് വെച്ചാൽ കോമഡിയാണ്, അതേപോലെ തന്നെ ഭയങ്കര സീരിയസ് സ്റ്റോറിയുമാണ് കേട്ടോ. അപ്പോൾ എന്താ പറയാ, ഇതിൻ്റെയൊക്കെ മേക്കിംഗ് തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഈ ഒരു സ്റ്റോറിയുടെ കേട്ടോ. അതൊക്കെ നിങ്ങൾ കണ്ടെന്നെ അറിയണം. കാരണം സീരിയസ് ആയിട്ടുള്ള ഭാഗങ്ങളിലും കോമഡി എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്ത് എങ്ങനെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സീരിയസ് കാര്യം നടക്കുമ്പോൾ അതിന്റെ വേറൊരാൾക്ക് അത് കാണുമ്പോൾ ചിലപ്പോൾ കോമഡി ആയിട്ടൊക്കെ ഫീൽ ആവും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതിന് മേക്കിംഗ് പോകുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങൾ കണ്ടെന്നെ അറിയണം. ഇതിൽ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചേക്കുന്നത് മൂൺ ഗായോങ് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസ് ആണ് കേട്ടോ. ഈ ഒരു ആക്ട്രസും നിങ്ങൾക്ക് അറിയണ്ടാവുമായിരിക്കുമല്ലോ. ഞാനിപ്പോ ഈ പറഞ്ഞു വരുമ്പോൾ ബെസ്റ്റ് ഡ്രാമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് മൂൺ ഗായോങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു ആക്ട്രസിന്റെ കരിയറിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രാമ തന്നെയാണ് ലിങ്ക് എന്ന് പറയുന്നത്. ഇതിൽ പെയറായിട്ട് കൂടെ അഭിനയിച്ചേക്കുന്നത് യോ ജിൻ ഗു എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ആണ് കേട്ടോ. അപ്പൊ ഇവരുടെ കെമിസ്ട്രിയും ഇതിൽ നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൽ അഭിനയിച്ചേക്കുന്ന ഓരോ ക്യാരക്ടേഴ്സും, ഇത് ഒരു വില്ലേജിലെ സ്റ്റോറിയാണല്ലോ പറയുന്നത്. അപ്പൊ ആ ഒരു വില്ലേജ് എന്ന് പറയുമ്പോൾ ഇതിലെ നെയ്ബേഴ്സ് ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിലുണ്ട് കേട്ടോ. അപ്പൊ ആ ഓരോ ക്യാരക്ടേഴ്സിനും അവരുടേതായിട്ടുള്ള പേഴ്സണൽ സ്റ്റോറീസും ഹിഡൻ ആയിട്ടുള്ള ഓരോ സ്റ്റോറീസും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അഭിനയിക്കുക എന്നൊക്കെ പറയും, അതായത് അവർക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിലും അതെല്ലാം നന്നായിട്ട് തന്നെ ഇവർ ആക്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ ടോട്ടലായിട്ട് 16 എപ്പിസോഡ്സ് ആണുള്ളത്. ഓരോ സീനും എന്തായാലും നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആക്കില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു ബോറടി ഉണ്ടാവില്ല ഈ ഓരോ എപ്പിസോഡ് കാണുമ്പോഴും. അതേപോലെ തന്നെ OST എടുത്ത് പറയേണ്ടതാണ്. OST നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫീലിംഗ് തന്നെയാണ് തരുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ത്രില്ലിങ്ങോട് കൂടിയിട്ട് നിങ്ങൾക്ക്, ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ് ലിങ്ക് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഡ്രാമയ്ക്കും ഇത്ര പോപ്പുലാരിറ്റി കിട്ടിയാൽ പോരാ. കാരണം ഇത് ഒരുപാട് ആൾക്കാർക്കിടയിൽ അറിയാത്തൊരു ഡ്രാമയാണ് ലിങ്ക് എന്ന് പറയുന്നത്. പക്ഷെ കണ്ടന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഡ്രാമയും ഞാൻ ഈ ഒരു ആക്ട്രസിന്റെ ഡ്രാമ കാണണം എന്നൊരു മൈൻഡോടെ ഇരുന്ന് കണ്ട ഒരു ഡ്രാമയാണ് ലിങ്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഡ്രാമ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ എന്തായാലും ഡിസപ്പോയിന്റഡ് ആക്കിയിട്ടില്ല. നല്ല ഡ്രാമ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങളും ഈ ഒരു ഡ്രാമ കണ്ടു നോക്കൂ. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഈ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഡ്രാമാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. എന്തായാലും ഈ ഡ്രാമാസ് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.